السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله ربي الله حسبي الله توكلت على الله اعتصمت بالله فوّلت أمري إلى الله ما شاء الله لا قوة إلا بالله. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ولو أن هورا في الدياجي تبسمت تجلى دجل الماء في الأرض نورها ولو مزج الماء الأجاج بريقها لأصبح عذبا سبيلا بهورها. ഈ അനുഗ്രഹീത സംഗമത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യരായ നമ്മുടെ മദ്രസ പ്രസിഡന്റ് അഹമ്മദ് സാഹിബ് അവർകളെ, ബഹുമാനപ്പെട്ട വേദിയിലെ ഉസ്താദുമാരെ, സയ്യിദന്മാരെ, ഈ അനുഗ്രഹീത സംഗമത്തിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉമ്മപെങ്ങന്മാരെ, അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ സകല ദോഷങ്ങളും മാപ്പാക്കി തരട്ടെ. അള്ളാഹു നാം ഈ ഒത്തുചേർന്നതുപോലെ അവൻ്റെ സ്വർഗത്തിലും ഒത്തുചേരാൻ നമുക്ക് വിധി നൽകട്ടെ. ഹലാലായ ആഗ്രഹങ്ങളൊക്കെയും ഖൈറായ നിലയിൽ അള്ളാഹു നിറവേറ്റി തരട്ടെ. അള്ളാഹുവേ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു തരണമേ റബ്ബേ. കടം കൊണ്ട് വിഷമിക്കുന്നവർക്കത് വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കണമേ റബ്ബേ. കച്ചവടങ്ങളും ഏർപ്പാടുകളും തൊഴിലുകളുമൊക്കെയായി നടക്കുന്നവർക്കതിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. സാമ്പത്തികമായി വിഷമിക്കുന്നവർക്ക് ഖൈറായ നിലയിൽ ആ വിഷമങ്ങൾ തീരാനുള്ള ഖൈറിൻ്റെ പരിഹാരത്തിൻ്റെ മാർഗങ്ങൾ തുറന്നു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഭരണാധികാരികളുടെ ദുൽമുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങൾക്കും തലമുറകൾക്കും നിന്റെ ശരീഅത്തനുസരിച്ച് റാഹത്തായി നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം നീ അനുകൂലമാക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിൻ്റെ കരുത്തിൽ ഈമാനോടെ മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണമേ റബ്ബേ. ഈ നാട്ടിൽ എത്രയോ മുഅ്മിനീങ്ങൾ ഇന്ന് 6 അടി മണ്ണിനുള്ളിലാണ്. ഈ നഗർ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി അവറുകളുടെ KP മുഹമ്മദ് ഹാജി അവറുകളുടെ പേരിലാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഈ മജ്ലിസിലുണ്ടായിരുന്നു. ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ, ഖബർ സ്വർഗാക്കി കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളെ കൂട്ടത്തിൽ ഇനി ആരൊക്കെ അടുത്ത ഈ വാർഷികത്തിൽ ഇവിടെ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയൂല പടച്ചവനെ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. അവസാനം ഈമാനോടെയുള്ള മരണം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഖബറും മഹ്ശറയും സന്തോഷമാക്കി തരണേ റബ്ബേ. എങ്ങാനും ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും നീ നരകം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ജല്ല ജലാലായ റബ്ബേ, ആ തീരുമാനം മാറ്റണേ പടച്ചവനെ. ഞങ്ങളെ സ്വർഗക്കാരിൽ പെടുത്തി തരണേ റബ്ബേ.
ഇതിനൊക്കെയുള്ള കാരണമായി ഈ അമീനുകൾ കബൂലാക്കണമേ അല്ലാ. ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രദേശത്ത് നടന്നു വരുന്ന മജ്ലിസുന്നൂറിൻ്റെ വാർഷിക പരിപാടിയിലാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. മഹാനായ ആലിക്കുട്ടി ഉസ്താദ് ഈ വേദിയിലേക്ക് വരേണ്ടതായിരുന്നു. ചില വിഷമങ്ങളുള്ളത് കൊണ്ടാണ് എത്തിപ്പെടാൻ കഴിയാത്തത്. അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങൾ പരിപൂർണമായും ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ സയ്യിദന്മാർക്കൊക്കെ അള്ളാഹു എല്ലാ ഖൈറും വിധിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ള വിഷയം റിളവാൻ അലൈഹിസ്സലാത്തു വസ്സലാം, മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ചില ഓർമ്മപ്പെടുത്തലുകൾ എന്നതാണ്. ലോകത്തെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അള്ളാഹുവാണ്, എല്ലാം അള്ളാഹുവാണ്. എന്നാൽ ചിലതൊക്കെ ചെയ്യാൻ അള്ളാഹു ചിലരെ ഏൽപ്പിക്കുന്ന പതിവ് റബ്ബിനുണ്ട്. അമ്പിയാക്കൾക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന ജോലി അത് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അങ്ങനെയാണ് മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്, എന്നാൽ അതിൻ്റെ ഡ്യൂട്ടികളൊക്കെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. സൂറന്ന കാഹളത്തിൽ ഊതാൻ അള്ളാഹു ഏൽപ്പിച്ചത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മനുഷ്യരുടെ റൂഹ് പിടിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചത് മഹാനായ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഓരോ മലക്കുകൾക്കും ചില ചുമതലകൾ, ചില ഡ്യൂട്ടികൾ അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനും റിളവാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനും അള്ളാഹു ഏൽപ്പിച്ചത് വലിയ അവസാനമില്ലാത്ത രണ്ട് ലോകങ്ങളെക്കുറിച്ചുള്ള ചുമതലകളാണ്. അതായത് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും. അത് നോക്കി നടത്തുക. സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് സയ്യിദുനാ റിളവാൻ അലൈഹിസ്സലാത്തു വസ്സലാം. നരകത്തെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം. ജീവിതത്തിൽ നരകത്തെ പടച്ചതിന് ശേഷം ആ നരകത്തിൻ്റെ രഹസ്യങ്ങൾ അറിയിച്ചു കൊടുത്തതിന് ശേഷം മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ചിരിച്ചിട്ടില്ല നബിയെ എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മിഅ്റാജിൻ്റെ രാവിൽ പല പ്രവാചകരെയും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുമുട്ടി. നല്ല സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ, സന്തോഷത്തിൻ്റെ വാക്കുകൾ ആ പ്രവാചകരൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയും ചെയ്തു. ഒരുപാട് മാലാഖമാരെ കണ്ടുമുട്ടി. എന്നാൽ ആ കൂട്ടത്തിൽ മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി. സലാം പറഞ്ഞു മടക്കി എന്നല്ലാതെ വർത്തമാനങ്ങളൊന്നും ഇല്ല, ഒരു ചിരിയൊന്നും കാണാനില്ല. അപ്പോൾ റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദന തോന്നി. പടച്ചവനെ, എല്ലാവരും നല്ല നിലക്കിന്നെ സ്വീകരിച്ചു, സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു. ഈ മലക്കിന്, ഈ മനുഷ്യന് ഇതെന്തു പറ്റി? ചിരിക്കുന്നില്ലല്ലോ, സംസാരിക്കുന്നില്ലല്ലോ, മുഖത്ത് വല്ലാത്ത ഭീതി, ഭയം അതിങ്ങനെ പടരുകയാണല്ലോ. ഉടനെ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, വല്ല ജിബ്രീൽ
ജിബ്രീൽ ഇതാരാണ്? ഈ മനുഷ്യൻ എന്നോട് സംസാരിക്കുന്നില്ല, സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്നില്ല. ആരാണിത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ മറുപടി കൊടുത്തു, നബിയേ, ഇത് നരകത്തെ കാക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്കാണ്. ഈ മലക്കിന്റെ പേര് മാലിക് എന്ന. നരകത്തെ അല്ലാഹു പടക്കുകയും ആ നരകത്തിന്റെ ഡ്യൂട്ടികൾ ഈ മലക്കിനെ ഏൽപ്പിക്കുകയും ആ നരകത്തിന്റെ സിറുകൾ, രഹസ്യങ്ങൾ, അദാബുകൾ, നരകാഗ്നിയെ കുറിച്ചുള്ള വിവരം ഈ മലക്കിന് കൃത്യമായി ലഭിച്ചതിന് ശേഷം പിന്നെ ഈ മലക്ക് ചിരിച്ചിട്ടില്ല, നബിയേ, എന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. നബിയെ, നരകം കണ്ടാ പിന്നെ ഒരു മനുഷ്യനും ചിരി വരൂല എന്നും മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു നരകത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. മനസ്സറിഞ്ഞാമീ പറഞ്ഞേക്ക്, നരകം അല്ലാഹു നമുക്ക് ഹറാമാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ സ്വർഗക്കാരിൽ പെടുത്തി തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട സഹോദരി, മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമും റിളവാൻ അലൈഹിസ്സലാത്തു വസ്സലാമും ഓർമ്മപ്പെടുത്തുന്നത് ഈ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും കാര്യങ്ങളാണ്. സ്വർഗം, നരകം, അവസാനമേ ഇല്ലാത്ത രണ്ട് ലോകങ്ങൾ. സ്വർഗത്തിലെത്തിക്കിട്ടിയാൽ പിന്നെ മരണം എന്നുള്ള സംഗതി തന്നെ ഇല്ലല്ലോ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മരണത്തെ തന്നെ അറുക്കപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തില്ല? മരണമില്ല. ഹബീബായ നബി പറഞ്ഞതാ, മുഅ്മിനേ, സ്വർഗ്ഗത്തിലേക്ക് കയറി കഴിഞ്ഞാൽ വാഹിലുന്നാരിലന്നാർ, നരകക്കാര് നരകത്തിലേക്കും കയറി കഴിഞ്ഞാൽ യുഅ്താ ബിൽ മൗതി അലാ സൂറത്തി കബ്ശിൻ നംലഹാ, നല്ല നല്ല ഉശിരുള്ള രൂപത്തിൽ കുട്ടനാടിന്റെ കോലത്തിൽ മരണത്തെ കൊണ്ടുവരപ്പെടുന്നതാണ്. സ്വർഗക്കാരൊക്കെ സ്വർഗത്തിലെത്തി, നരകക്കാരൊക്കെ നരകത്തിലെത്തി. മുഅ്മിനേ, എല്ലാവരും അവനവന്റെ കേന്ദ്രത്തിലെത്തിക്കഴിഞ്ഞാൽ യുഅ്താ ബിൽ മൗതി അലാ സൂറത്തി കബ്ശിൻ നംലഹ, ഉശിരുള്ള കുട്ടനാടിന്റെ കോലത്തിൽ മരണത്തെ കൊണ്ടുവരപ്പെടും. ഫയൂഖഫു ബൈനൽ ജന്നതി വന്നാർ, എന്നിട്ട് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മധ്യത്തിൽ പ്രത്യേകമായ ഒരു സ്ഥലത്ത് നിർത്തപ്പെടും. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മധ്യത്തിൽ ഒരു പ്രത്യേക കേന്ദ്രമുണ്ട്. ഈ കുട്ടനാടിന്റെ കോലത്തിൽ കൊണ്ടുവന്ന മരണത്തെ അതിൻ്റെ മേൽ നിർത്തപ്പെടും. നരകക്കാരെ മുഴുവനും കാണാൻ ക്ഷണിക്കും, സ്വർഗക്കാരെ മുഴുവനും വിളിക്കും. എല്ലാവരും കടന്നു വരുമല്ലോ, എല്ലാവരും ആ രൂപത്തിലേക്ക് ഉറ്റുനോക്കുമല്ലോ. സുമ്മയുദ്ബഹു, എല്ലാവരും ആ രൂപത്തിലേക്ക് നോക്കവേ എല്ലാവരും കാണത്തക്ക വിധത്തിൽ അതിനറുക്കപ്പെടുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറുക്കപ്പെടുന്നു പറഞ്ഞാൽ അറുക്കും തന്നെ, ആ രൂപത്തെ അറുക്കും. ഇങ്ങനെയൊക്കെ ഒരു ഹദീസ് ഉണ്ടോ? ഉണ്ട്. എവിടെയുണ്ട്? സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. എന്ത് ബുഖാരിയുടെ പ്രത്യേകത? അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സ്വീകാര്യയോഗ്യമായ കിതാബ് അത് സ്വഹീഹുൽ ബുഖാരിയാണ്. ഈ ഹദീസ് ബുഖാരിയുടെ ഹദീസാണ്. പിന്നീട് അതിനെ അറുക്കപ്പെടുകയാണ്. ഉടനെ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ച് പറയുമല്ലോ, യാ അഹ്ലൽ ജന്ന ഖുലൂദും ഫലാ മൗത് വയാ അഹ്ലൻ നാർ ഖുലൂദും ഫലാ മൗത്. ഏയ് സ്വർഗ്ഗക്കാരേ, കണ്ടില്ലയോ നിങ്ങൾ
ഇതാ ഈ അറുക്കപ്പെട്ടത് മരണത്തെയാ, ഇനി നിങ്ങൾക്ക് മരണമില്ല, എന്നെന്നും എക്കാലവും ഈ സ്വർഗത്തിൽ നിങ്ങൾ സ്ഥിരതാമസക്കാരാൻ. വയാ അഹ്ലന്നാർ വയാ അഹ്ലന്നാർ ഖുലൂദുൻ ഫലാ മൗത്ത്. നരകക്കാരെ കണ്ടില്ലയോ, ഈ അറുക്കപ്പെട്ടത് മരണത്തെയാണ്, ഇനി മരണമെന്ന പ്രതിഭാസമില്ല, നിങ്ങളെ കാലവും ഈ നരകത്തിൽ തന്നെയാണ്. അല്ലാഹു കാക്കട്ടെ. അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഈ വിളിയാളം കേൾക്കാൻ തൗഫീക്ക് തരട്ടെ. മുഅ്മിൻ, അതുകൊണ്ട് സ്വർഗാണെങ്കിലും നരകമാണെങ്കിലും അവസാനിക്കാത്ത ലോകാണ്. ഓർക്കണം, നമ്മൾ ആ സ്വർഗത്തിൻ്റെ അവകാശിയായി കിട്ടണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. സ്വർഗത്തിൻ്റെ വീതി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നീളം പറഞ്ഞിട്ടില്ല. വീതി പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സാധനത്തിൻ്റെയും നീളത്തേക്കാൾ കുറവായിരിക്കും അതിൻ്റെ വീതി. അങ്ങനെയാണല്ലോ, ഒരു മൊബൈൽ അതിൻ്റെ നീളം വീതി നോക്കുകയാണെങ്കിൽ വീതിയായിരിക്കും കുറവ്. സ്വർഗത്തിൻ്റെ വീതി പറഞ്ഞു തന്നിട്ടുണ്ട്, നീളം പറഞ്ഞിട്ടില്ല. നീളം എങ്ങനെ പറയും? വീതി എത്ര? സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് ഉളരേണ്ടതാണ്. വജന്നത്തിൻ സ്വർഗത്തിലേക്കും, വജന്നത്തിൻ സ്വർഗത്തിലേക്കും, അർളുഹസ് സമാവാതു വൽ അർള്, ആ സ്വർഗത്തിന്റെ വീതി എത്രയാ കേൾക്കണോ നിങ്ങൾക്ക്? ആകാശഭൂമികൾ പോലെയാണ്. ആകാശഭൂമികൾ പോലെ അനന്തവിശാലമായ, ആകാശം പോലെ ഈ ഭൂമി പോലെ വിശാലമാണ് സ്വർഗത്തിന്റെ വീതി. വീതി തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ നീളം നമ്മളോട് എങ്ങനെ പറഞ്ഞു തരിക? അപ്പൊ എത്രയാണ് ആ സ്വർഗം? അല്ലാഹുവേ, 6666 തട്ടുകളാണ് സ്വർഗത്തിന്. അള്ളാഹു കാണാൻ തൗഫീക്ക് തരട്ടെ, അള്ളാഹു അനുഭവിക്കാൻ തൗഫീക്ക് തരട്ടെ. മുഅ്മിനെ ഞാൻ ഒരൽപ്പം ആ സ്വർഗത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എന്താണ് സ്വർഗമെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ ഉൾക്കൊള്ളുവാനോ കേട്ട് മനസ്സിലാക്കുവാനോ കഴിയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗം എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ സൗകര്യം, എങ്ങനെയാണത്? അതൊരു മനുഷ്യനും കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയൂല. അങ്ങനെയാണ്. നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്. ഖലല്ലാഹു അസ്സ വജല്ല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തെ കുറിച്ച്, അഅദദതു ലിഇബാദിയസ് സ്വാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബിനി ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ശ്രദ്ധിക്കണേ. അല്ലാഹു ആ സ്വർഗത്തിൽ എത്തിച്ചേരാൻ തൗഫീക്ക് തരട്ടെ. ആ സ്വർഗത്തിലേക്കൊക്കെ ഒരു വലിയ ആഗ്രഹം ഉണ്ടാവാൻ അള്ളാഹു ഇത് കാരണമാക്കി തരട്ടെ. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. മുത്ത് റസൂല് പറയാണ്, സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്, അഅദദതു ലിഇബാദിയസ് സ്വാലിഹീൻ, ആ സ്വർഗത്തിൽ എൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് ഞാൻ ഒരുക്കി വച്ചിട്ടുള്ളത് മാ ലാ ഐനുൻ റഅത്, അന്നേ വരെ ഒരു കണ്ണും കാണാത്ത അത്രയാണ്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്ത അത്രയാണ്, വലാ ഖതറ അലാ ഖൽബി ബിനി ആദമ, ഒരു മനുഷ്യന്റെ മനസ്സിൽ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അത്രയാണ്. എത്രയാണ്, എങ്ങനെയാണ് സ്വർഗമെന്ന് കൃത്യമായി സങ്കല്പിക്കാൻ പോലും ഉറങ്ങിയോ? നിങ്ങൾ ഉറങ്ങിയോ? സ്വർഗം എത്ര എങ്ങനെയെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതെന്താ ഉസ്താദെ സങ്കല്പിച്ചൂടെ?
ഭയങ്കര സുഖ സൗകര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ കേന്ദ്രമായിട്ട് നമുക്ക് സങ്കല്പിച്ചൂടെ? കഴിയൂല മുഅ്മിൻ. കാരണം നമ്മുടെ സാങ്കല്പിക ശക്തിയെ പടച്ചതാരാ? അല്ലാഹുവാൻ. അള്ളാഹു പറയാൻ, സ്വർഗം സങ്കല്പിക്കാൻ മാത്രമുള്ള ഒരു സാങ്കല്പിക ശക്തി നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ല, കഴിയൂല. നിങ്ങൾ ചിന്തിക്ക്, സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാനത്തെക്കുറിച്ച് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് എത്രയെന്നറിയോ? ദുനിയാവിൻ്റെ മൊത്തം സൗകര്യങ്ങളും അതിൻ്റെ 10 ഇരട്ടിയും. യാ അല്ലാഹ്, മുഅ്മിൻ, സ്വർഗത്തിൻ്റെ ഏറ്റവും ചെറിയ സൗകര്യം, ഏറ്റവും അവസാനമായി സ്വർഗത്തിലേക്ക് കയറുന്ന ആൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും ചെറിയ സൗകര്യം അത് ദുനിയാവിൻ്റെ 10 ഇരട്ടിയാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ വലിയ വലിയ സൗകര്യങ്ങൾക്ക് എത്രയിക്കാരം? നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ قال النبي صلى الله عليه وسلم. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ, ഇന്നി ലഅഅലമു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിൻഹാ വആഖിറ അഹ്ലിൽ ജന്നതി ദുഖൂലനിൽ ജന്ന. മുത്തുനബി പറയുകയാ, എനിക്കറിയാം, ഇന്നി ലഅഅലമു, എനിക്കറിയാം, ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിൻഹാ, ഏറ്റവും അവസാനമായി ആ നരകത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന മനുഷ്യൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു, തമ്മാടിയായി ജീവിച്ചു, അയാൾ ചെയ്യാത്ത തിന്മകളൊന്നുമില്ല, പേരുകൊണ്ട് മുസ്ലിമാൻ, ഒരു അണുമണിത്തൂക്കം ഈമാൻ അവൻ്റെ കൽബിലുണ്ട്, ബാക്കിയൊക്കെ പോക്കാൻ. എന്നാൽ അവനെ അല്ലാഹു തആല ആ നരകത്തിലിട്ട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയൊക്കെ കൊടുത്തതിന് ശേഷം അവസാനം ഈമാൻ ഉണ്ടല്ലോ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും? നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഒരു മണിക്കൂർ നരകത്തിൽ കിടക്കുന്ന ആളുകളുണ്ട്, ഒരു ദിവസം നരകത്തിൽ കിടക്കുന്ന ആളുകളുണ്ട്, ഒരാഴ്ച നരകത്തിൽ കിടക്കുന്ന ആളുകളുണ്ട്, ഒരു മാസം, ഒരു കൊല്ലം, 2 കൊല്ലം, 5 കൊല്ലം, 10 കൊല്ലം. ഓരോരുത്തരും ചെയ്ത തെറ്റിൻ്റെ തോതനുസരിച്ച് നരകത്തിൽ കടക്കേണ്ടി വരും. അള്ളാഹു അത് കാണാതെ നമ്മളെ സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ. ആ നരകം കാണാതെ അള്ളാഹു സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ. ഓരോരുത്തരും ചെയ്ത തെറ്റിനനുസരിച്ച് നരകത്തിൽ നിന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഒഴിവാക്കിയ നിർബന്ധ ബാധ്യതകൾക്കനുസരിച്ച് നരകത്തിൽ നിന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഈമാൻ ഉണ്ടല്ലോ എന്ന് പരിഗണിച്ച് ഈമാനുള്ളവരെ മുഅ്മിനീങ്ങൾ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. മുത്തുനബി പറയാ, ഏറ്റവും അവസാനമായി ശിക്ഷകളൊക്കെ അനുഭവിച്ചതിന് ശേഷം നരകത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളെ എനിക്കറിയാം, ഈമാനുണ്ട് എന്ന ആ ഒരു പരിഗണന കൊടുത്ത് അയാൾ അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടി ആ നരകത്തിൽ നിന്ന് പുറത്തിറക്കാൻ. അയാൾ കൂടി നരകത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ നരകത്തിലുള്ളവരൊക്കെ എന്നെന്നും ആ നരകത്തിൽ തന്നെയാ. റബ്ബ് നമ്മളൊക്കെ കാക്കട്ടെ. ഹബീബ് പറയുന്നുണ്ട്, റജുലൻ യഖ്റുജു മിനൻ നാരി ഹബവാ, ചന്തികുത്തി നിരങ്ങിയിട്ടാണ് ഈ മനുഷ്യൻ നരകത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അയാൾ ഇലാഹായ റബ്ബിന്റെ ഹളറത്തിലേക്ക് വരുമല്ലോ, അള്ളാഹുവിനെ ദയനീയമായി നോക്കുമല്ലോ. ഉടനെ അള്ളാഹു അയാളോട് പറയുമല്ലോ, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന യാ ഫുലാൻ, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, എടാ നീ പോയിട്ടാ സ്വർഗത്തിലേക്ക് കയറിക്കോ. ഇയാൾക്ക് സന്തോഷമാവും, ഇയാൾക്ക് സന്തോഷമാകും, ഇയാൾ വലിയ ആനന്ദത്തിലാകും. അങ്ങനെ സ്വർഗം ലക്ഷ്യമാക്കി ഓടിച്ചെല്ലും. ആ സ്വർഗത്തിലെ വാതിലിന്റെ ചെറിയ ഒരു ദ്വാരത്തിലൂടെ അയാൾ ആ സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. ഫയുഖയ്യലു ലഹു അന്നഹാ മൽആ, അപ്പോൾ അയാൾക്ക് തോന്നുകയാണ്, അല്ലാഹുവേ, ഈ സ്വർഗമാകെ നിറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാ. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ അയാൾ ചെന്ന് സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അയാൾക്ക് തോന്നും, ആകെ നിറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യും? അയാൾ നിരാശനാകും, സങ്കടപ്പെടും. ഫയർജിഉ ഇലാ റബ്ബിഹി,
അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങും. റബ്ബിനോട് പറയും, അല്ലാഹുവേ, നീ പറഞ്ഞതനുസരിച്ച് സ്വർഗത്തിലേക്ക് കയറാമെന്ന പ്രതീക്ഷയോടെ ഞാൻ ചെന്ന സ്വർഗത്തിലേക്ക് നോക്കിയപ്പോ വജത്തുഹാ മൽആ, ആ സ്വർഗമാകെ നിറഞ്ഞിരിക്കുന്നു. അല്ലാ, ഇനി ഞാൻ എന്തു ചെയ്യും? എങ്ങനെ കയറും? അല്ലാഹു പറയുമെടോ, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന. ആര് പറഞ്ഞു അതാകെ നിറഞ്ഞിട്ടുണ്ടെന്ന്? നീ ചെന്നിട്ടതിലേക്കങ്ങ് കയറിക്കോ, നീ ചെന്നതിലേക്ക് കയറിക്കോ എന്ന് പറയും അല്ലാഹു. അയാൾ പ്രതീക്ഷയോടെ രണ്ടാമത് മൂടും, നോക്കും. അപ്പോഴും ഫയുഖയ്യലു ലഹു അന്നഹാ മൽആ, അയാൾക്ക് തോന്നും ആകെ നിറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ, എന്തു ചെയ്യും? സങ്കടം കൂടും, കരയും, റബ്ബിലേക്ക് നിരാശനായി മടങ്ങും. അല്ലാഹുവിനോട് പറയും, റബ്ബേ, രണ്ടാമതും ഞാൻ ചെന്ന് നോക്കി, അപ്പോഴും വജത്തുഹാ മൽആ, ആ സ്വർഗമാകെ നിറഞ്ഞിരിക്കുകയാണ്. ഉടനെ റബ്ബ് പറയുന്നത് ഇങ്ങനെയാണ്, എടോ അലമ്മ കുല്ലക ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന ഫഇന്ന ലക ഫീഹാ മിസ്ല ദുനിയാ വഅശറത അംസാലിഹാ. ആരാടോ നിന്നോട് സ്വർഗം നിറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്? അലമ്മക്കുല്ലക്ക, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, ചെന്നിട്ട് ആ സ്വർഗത്തിലേക്ക് അങ്ങ് കയറ്. ഫഇന്ന ലക ഫീഹാ മിസ്ല ദുനിയാ വഅശറത അംസാലിഹാ. അറിയുമോ, നിനക്കാ സ്വർഗത്തിൽ നിനക്ക് ഞാൻ ഒരുക്കി വെച്ചത് എത്രയാണെന്നറിയോ? ദുനിയാവും അതിൻ്റെ മൊത്തം സൗകര്യങ്ങളും അതിൻ്റെ 10 ഇരട്ടിയുമാണ്. ബുഖാരിയുടെ ഹദീസാണ്, ഫഇന്ന ലക ഫീഹാ മിസ്ല ദുനിയാ വഅശറത അംസാലിഹാ. നിനക്ക് ഒരുക്കി വെച്ചത് ഈ ദുനിയാവും അതിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ മൊത്തം 10 ഇരട്ടിയും. അല്ലാഹു പറയാൻ, ഏറ്റവും അവസാനമായി സ്വർഗത്തിലേക്ക് കയറാനിരിക്കുന്ന ഈ മനുഷ്യനോട് അല്ലാഹു ഇത് പറയുമ്പോൾ അയാൾ കരയുമല്ലോ. ഫയബ്കി ബുകാഅൻ ശദീദാ, അയാളങ്ങ് വല്ലാതെ കരയുകയാണ്. എന്നിട്ട് റബ്ബിനോട് ചോദിക്കുകയാണ്, അതഹ്സുവനി അതൽഹഖു ബി വഅൻതൽ മലികുൽ വഖാബ്. അല്ല അല്ലാഹുവേ, നീ വലിയ ഔദാര്യവാനായ റബ്ബായിട്ട്, നീ വലിയ കാരുണ്യക്കടലായ റബ്ബായിട്ട് ഈ സാധുവായ എന്നെ കളിയാക്കുകയാണോ? എന്നെ പരിഹസിക്കുകയാണോ? അല്ലാഹുവേ, എന്തിനാണ് എന്നെ പരിഹസിക്കുന്നത്? ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയവനാണ്, ശരിയാണ്. അതിനൊക്കെയുള്ള അദാബ് എനിക്ക് നീ തന്നതല്ല അല്ലാ. ഇനിയും എന്നെ കളിയാക്കല്ല അല്ലാ. മുഅ്മിനേ, ഈ മനുഷ്യൻ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞ റബ്ബിനോട് ഇത് പറയുമ്പോ അല്ലാഹു പറയുമെടാ, ഇത് കളിയാക്കലല്ല, ഇത് പരിഹാസമല്ല. വഅന അലൈഹി ഖദീർ, നിനക്ക് ഇത് തരാനുള്ള കഴിവ് എനിക്കുണ്ട്, ചെന്ന് നോക്കടോ. അയാളാ അത് കേട്ട സ്വർഗത്തിലേക്ക് അങ്ങ് കയറുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ച സൗകര്യമുണ്ടല്ലോ മുഅ്മിനേ, അതങ്ങ് അനുഭവിച്ചിട്ട് അയാൾ സുജൂദിൽ വീഴുകയാണ്. എന്നിട്ട് വിളിച്ചു പറയുന്നു, അല്ലാ, നീ എത്ര വലിയ ഔദാര്യവാനാണല്ലാ. ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ സൗകര്യം നീ ഒരുക്കി തന്നത് എനിക്കാണല്ലോ അല്ലാ. ആരാത് പറയണത്? ഏറ്റവും നിങ്ങൾ സ്ഥലത്ത് ഇല്ലേ? ഏറ്റവും അവസാനായി ഏറ്റവും കുറഞ്ഞ സ്ഥാനം നൽകിയ മനുഷ്യൻ പറയാണ്, ധനുഭവിച്ചിട്ട്, അല്ലാ, ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ സൗകര്യം നീ തന്നത് എനിക്കാണല്ലോ. മുഅ്മിൻ, അപ്പോൾ എന്തായിരിക്കും സ്വർഗത്തിലെ വലിയ വലിയ സൗകര്യങ്ങളൊക്കെ? എങ്ങനെ നമുക്കത് ഊഹിക്കാൻ കഴിയും? അള്ളാഹു അനുഭവിക്കാൻ തൗഫീക്ക് തരട്ടെ, അള്ളാഹു അനുഭവിക്കാൻ തൗഫീക്ക് തരട്ടെ. സ്വർഗം അങ്ങനെയാണ്. സ്വർഗത്തിലെ ഒന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയൂല. ഹൂറുല്യങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? ഹൂറുല്യങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? വലൗ അന്ന ഹൂറൻ
ഫിദ്ദയാജി തബസ്സമത് تجلى تجلى الماء في الأرض نورها ولو مزج الماء الأجاج بريقها لأصبح ذبا سلسبيلا بهورها. മുത്തുനബിയുടെ ഹദീസാ മുഅ്മിനേ, ഇത് ഹൂറുല്ലീങ്ങളെ കുറിച്ച് പറഞ്ഞതാ മുഅ്മിനേ. വലൗ അന്നഹൂറൻ ഫിദ്ദയാജി തബസ്സമത് തജല്ലാ തുജല്ലൽ മായി ഫിൽ അർളി നൂറുഹാ. ഭൂമിയിലാകെ കൂരിരുട്ടുള്ള സമയത്ത് നട്ടപ്പാതിരക്ക് ആ കൂരിരുട്ടിൽ ഹൂറുല്ലീങ്ങളിൽപ്പെട്ട ഒരുത്തി ഇറങ്ങി വന്ന് അവളുടെ പല്ലു കാണിച്ചൊന്നങ്ങ് ചിരിച്ചു കഴിഞ്ഞാൽ ആ പല്ലിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം കൊണ്ട് തജല്ലാ ദുജല്ലൽ മായി ഫിൽ അർളി നൂറുഹാ. ആ പല്ലിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചം കൊണ്ട് ഇരുൾ അകന്നു പോകും. അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുക. വലൗ മുസിജൽ മാഉൽ ഉജാജു ബിരീഖിഹാ ലഅസ്ബഹ ദബൻ സബീലൻ ബുഹൂറുഹാ. വലൗ മുസിജൽ മാഉൽ ഉജാജു ബിരീഖിഹാ ലഅസ്ബഹ ദബൻ സബീലൻ ബുഹൂറുഹാ. അറിയണോ നിങ്ങൾക്ക് അവരുടെ ഉമിനീരിന്റെ മാധുര്യം? അല്ലാഹു ഒരുക്കി വെച്ച ഹൂറുല്ലീങ്ങൾ, ആ ഹൂറുല്ലീങ്ങളുടെ ഉമിനീരിന്റെ മാധുര്യം അറിയണോ? വലൗ മുസിജൽ മാഉൽ ഉജാജു ബിരീഖിഹാ ലഅസ്ബഹ ദബൻ സബീലൻ ബുഹൂറുഹാ. ഉപ്പ് രസമുള്ള വെള്ളത്തിൽ അവരുടെ ഉമിനീരൊന്ന് കലർത്തിയാൽ ആ ഉപ്പ് രസം പോയി മധുരമുള്ളതായി മാറുന്നതാണ്. അല്ലാഹുവേ, സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു തരുണീമണികളെ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും അവരുടെ പല്ലിൻ്റെ ആ ലങ്കല് കണ്ടിട്ട് അന്തം വിട്ടു എന്ന് പറയണമെങ്കിൽ എൻ്റെ മുഅ്മിനെ ഒന്ന് ചിന്തിക്ക്, എന്തായിരിക്കും കഥ? പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കാണ് ഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും തൻ്റെ മുഖത്ത് നോക്കി ഹൂറുല്ലീങ്ങളിൽപ്പെട്ട ഒരുത്തി പല്ല് കാണിച്ച് ചിരിച്ചപ്പോൾ ആ പല്ലിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചം കണ്ടിട്ട് അന്തം വിട്ടു. അങ്ങനെയാ ഉറുല്ലിസാനടുത്തപ്പോഴും മിരിപ്പുണ്ട്, താരാട്ടു പാടാൻ തോഴികൾ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്, കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ട്, രസിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, സുഖിപ്പിക്കുവാൻ ഇരുമാറുകൾ നിലയുണ്ട്, ചാഞ്ഞും ചെരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട്, മിസ്കിന്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട്, മാരന്റെ പേരിരുമാറിടക്കെഴുത്തുണ്ട്, മന്നാന്റെ പേരും ഒന്നതിൻ്റെ അടുത്തുണ്ട്, അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കലു കണ്ട് ജിബ്രീല് പോലും അമ്പരം നിട്ടുണ്ട്. യാ അല്ലാഹ്, മുഅ്മിനേ, അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. പടച്ചോൻ തൗഫീക്ക് തരട്ടെ. സ്വർഗം ഭയങ്കര, സ്വർഗക്കാരികളുടെ ആ ഒരു മൊക്കന, ഒരു തട്ടം കണ്ടാൽ മതി. ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യനത് കാണുകയാണെങ്കിൽ അവൻ്റെ കണ്ണിന് അത് താങ്ങാൻ കഴിയാതെ വീണുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. താങ്ങാൻ കഴിയൂല. സ്വർഗല്ലേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സ്വർഗത്തിലെത്തിച്ചേരാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഅ്മിനീങ്ങളെ, ബക്കറ്റ് കളക്ഷനൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ പരിപാടിയിൽ നിന്ന് മിച്ചം വരുന്ന സംഖ്യ കൊണ്ട് സംഘാടകരാഗ്രഹിക്കുന്നത് നമ്മുടെ മദ്രസയുടെ പുനർനിർമ്മാണമാണ്.
മാസം തോറും മദ്രസാങ്കണത്തിൽ വെച്ച് നടന്നു വരുന്ന ക്ലാസ്സിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് മദ്രസയുടെ ഒരു പുനർനിർമ്മാണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അകമഴിഞ്ഞ് ഈ സംരംഭത്തോട് സഹകരിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു സമയം തന്നെയാണ്. പക്ഷേ ദീനീയായ കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം. ഇതിനൊക്കെ എല്ലാവരും മനസ്സറിഞ്ഞ് നിയ്യത്ത് ചെയ്ത് കൊടുക്കുക. എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുരിതങ്ങളും എല്ലാ ദുരന്തങ്ങളും അല്ലാഹു തആല നമ്മിൽ നിന്ന് തട്ടിമാറ്റട്ടെ. എല്ലാ ഖൈറും റാഹത്തും അല്ലാഹു നമുക്കും കുടുംബത്തിനും നൽകട്ടെ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക. അപ്പോൾ സ്വർഗം അങ്ങനെയാണ്. ഇനി ഒരാൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ചും അയാളുടെ സൗന്ദര്യവും അയാളുടെ എടുപ്പും ചുറുക്കും അങ്ങനെ കൂടിക്കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കാലം കുറേ കഴിഞ്ഞാലും ഇവൻ്റെ സൗന്ദര്യത്തിന് കുറവുണ്ടാകില്ലെന്ന് മാത്രമല്ല, ഓരോ ആഴ്ച കഴിയുന്നതിനനുസരിച്ചും സ്വർഗത്തിൽ അവൻ്റെ സൗന്ദര്യം അവളുടെ സൗന്ദര്യം എടുപ്പും തുടിപ്പും ചൊറുക്കും കൂടിക്കൂടി വരും. ഒരു നിരാശ സ്വർഗത്തിലുണ്ടാവില്ല, ഒരു മടുപ്പ് സ്വർഗത്തിലുണ്ടാവില്ല. കുറേ കാലമായല്ലോ അങ്ങനെ ഒരു തോന്നൽ സ്വർഗത്തിൽ ഉണ്ടാവില്ല. ഒരു ഭക്ഷണത്തോടും ഒരു മടുപ്പ് സ്വർഗത്തിൽ ഉണ്ടാവില്ല. അള്ളാഹു അവിടെ എത്തിച്ചു തരട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും ആളുകൾക്ക് അങ്ങാടിയിൽ ഇറങ്ങുന്ന ഒരു സ്വഭാവമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാൻ അന്നനസ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാ, ഇന്ന ഫിൽ ജന്നതി സൂഖാ, സ്വർഗത്തിലും ഉണ്ട് മനോഹരമായ അങ്ങാടികൾ. കേൾക്കണ്ട സഹോദരാ, ഇതൊന്ന് കേൾക്കണ്ട പ്രിയപ്പെട്ട മുഅ്മിനേ. ഇന്ന ഫിൽ ജന്നതി സൂഖാ, സ്വർഗത്തിലുമുണ്ട് മനോഹരമായ അങ്ങാടികൾ. യഅ്തൂനഹാ കുല്ല ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയും ആളുകൾ ആ അങ്ങാടിയിലേക്ക് കറങ്ങാൻ ഇറങ്ങുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ അങ്ങാടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെയുള്ള അങ്ങാടിയുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. ഒരു വെട്ടിക്കട, അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഹോട്ടൽ, അതിൻ്റെ അപ്പുറത്ത് വേറൊരു മലഞ്ചരക്ക്, അതിൻ്റെ അപ്പുറത്ത് വേറൊരു മീൻപീടിയ, ഇങ്ങനെയൊന്നും അല്ല. ആ സ്വർഗത്തോട് ചേരുന്ന നിലക്കുള്ള മനോഹരമായ അങ്ങാടികൾ. അല്ലാഹുവേ, ആ അങ്ങാടിയിൽ നടക്കാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. മുത്തുനബി പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിലെ അങ്ങാടിയിൽ കറങ്ങണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനൊരു ദിക്റ് പറഞ്ഞുതരാം. ആ ദിക്റ് ദുനിയാവിലുള്ള അങ്ങാടിയിൽ വെച്ച് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആഗ്രഹമില്ലേ? ഇവിടെ ഉള്ള സമയമൊക്കെ അങ്ങാടി പോയിരിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ സ്വർഗത്തിലും അങ്ങാടി ചെന്നിരിക്കണ്ടേ, കറങ്ങണ്ടേ? നിങ്ങൾക്ക് സ്വർഗത്തിലെ അങ്ങാടിയിൽ ഇങ്ങനെ വിലസി നടക്കണമെങ്കിൽ ഞാനൊരു ദിക്റ് പറഞ്ഞുതരാം. ആ ദിക്റ് ദുനിയാവിലുള്ള അങ്ങാടിയിൽ വെച്ച് ചൊല്ലിക്കോളൂ, എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെ അങ്ങാടികളിൽ ഉല്ലസിക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനേ, ഞാനാ ദിക്റൊന്ന് പറയട്ടെ. നമുക്ക് പരിചയമുള്ള ദിക്റാണ്, നമ്മൾ അറിയുന്ന ദിക്റാണ്. പക്ഷേ ആ ദിക്റ് പറയുന്നതിന് മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, സ്വാഭാവികമായും അങ്ങാടിയിലെത്തുമ്പോഴത്തേക്കറിയാതെ നമ്മളതങ്ങ് മറന്നുപോകും. കാരണം അങ്ങാടി ശൈത്താൻ്റെ കേന്ദ്രമാണ്, ദുനിയാവിൻ്റെ കേന്ദ്രമാണ്. ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മനുഷ്യൻ്റെ മനസ്സിനെ പിശാച് തിരിച്ചുവിടുന്നത് കൊണ്ട് ബഹുഭൂരിഭാഗം ആളുകൾക്കും അങ്ങാടിയിലെത്തുമ്പോൾ ആ ദിക്റിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ ബാധിക്കുന്നതാണ്. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് ഫലമുള്ള ദിക്റാണ്, ഒരുപാട് കൂലിയുള്ള ദിക്റാണ്, ഒരുപാട് പാപങ്ങളെ പൊറുപ്പിക്കുന്ന ദിക്റാണ്. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, ഇദാ അതൈതുമുസ്സൂഖ്,
നിങ്ങളങ്ങാടിയിലേക്ക് കടന്നു ചെന്നാൽ ഫഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ അങ്ങാടിയിൽ നിന്ന് നിങ്ങൾ ചൊല്ലണേ. ഫഇന്ന മൻ ഖാലഹാ, ആര് ഈ ദിക്ർ അങ്ങാടിയിൽ നിന്ന് ചൊല്ലുന്നുവോ, കതബല്ലാഹു ലഹു അൽഫ ഹസന, 10,00,000 ഹസനത്ത് അല്ലാഹു അവന് രേഖപ്പെടുത്തുന്നതാണ്. 10,00,000 ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഒരുപാട് പദവികൾ അല്ലാഹു അവന് ഉയർത്തി കൊടുക്കുന്നതാണ്. അങ്ങാടിയിലെത്തുമ്പോ ഈ ദിക്ർ ചൊല്ലാൻ ശ്രദ്ധിക്കണേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ നമുക്കറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചൊല്ലാറ്. അങ്ങനെയും ഒരു റിവായത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങാടിയിൽ ചൊല്ലാൻ പറഞ്ഞിടത്ത് കൂടുതലായും പറഞ്ഞിട്ടുള്ളത് യുഹ്യി വയുമീതു എന്നിടത്ത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ, വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹനെ ഓർത്ത് മുഅ്മിനേ ഇതൊന്ന് ചൊല്ല്. അങ്ങാടിയിൽ വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ പൊറുക്കപ്പെടുന്നത് ലക്ഷക്കണക്കിന് ദോഷങ്ങളാണ്, ഉയർത്തപ്പെടുന്നത് ലക്ഷക്കണക്കിന് ദറജയാണ്, രേഖപ്പെടുത്തപ്പെടുന്നത് ലക്ഷക്കണക്കിന് ഹസനാത്തുകളാണ്. എന്നാൽ മുഅ്മിനേ, അള്ളാന്റെ റസൂല് ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബഹുഭൂരിഭാഗം ആളുകളും ഈ ഇൽമ് കിട്ടിയാലും ഇതിൽ അശ്രദ്ധരാകും. പള്ളിയിൽ ചെന്നിരുന്ന അറിയാതെ ദിക്ർ ചൊല്ലിപ്പോകും. പക്ഷെ അങ്ങാടി നിന്ന് ആ ദിക്റിന്റെ കാര്യം ഓർമ്മ ഉണ്ടാവില്ല. ഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. ഭൂമിയിൽ നിരുപാധികം അല്ലാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കേന്ദ്രങ്ങൾ അങ്ങാടികളാ. അവിടെയാണ് പിശാചിന്റെ താവളം. അല്ലാഹു ഇബ്ലീസിനെ ദിസ്തിംസാനിലേക്ക് ഇറക്കി വിട്ടപ്പോ, ബസറയിലെ ദിസ്തിംസാനിലാണ് ഇബ്ലീസിനെ അല്ലാഹു ഇറക്കിയത്. ആദം നബിയെ അല്ലാഹു ഇന്ത്യയിൽ ഇറക്കി. ഹവ്വാ ബീവിയെ അല്ലാഹു ജിദ്ദയിൽ ഇറക്കി. ബസറയിലെ ദിസ്തിംസാനിലാണ് ഇബ്ലീസിനെ അല്ലാഹു ഇറക്കിയത്. ഇറക്കിയ ഉടനെ റബ്ബിനോടവൻ പറഞ്ഞു, യാ റബ്ബി അൻസൽതനീ ഇലൽ അർള് ഫജ്അൽ ലീ ബൈതാ. അല്ലാഹുവേ, നീ എന്നെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടല്ലോ, അതുകൊണ്ട് എനിക്ക് എന്റേതെന്ന് പറയാൻ പറ്റിയ ഒരു വീട് വേണം. അല്ലാഹുവിനോട് ഇബ്ലീസ് തേടിയപ്പോ അല്ലാഹു പറഞ്ഞു, അതേ, നിനക്ക് വീട് തരാമല്ലോ. അൽ ഹമ്മാം, ബാത്റൂമുകൾ, കുളിപ്പുരകൾ, മലമൂത്ര വിസർജന കേന്ദ്രങ്ങൾ, ഇതാണ് നിന്റെ വീടെന്ന് അല്ലാഹു പിശാചിന് അനുവാദം നൽകിയ വീടാണതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ശൈത്താന്റെ വീടാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് കയറുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. അല്ലാഹുവേ, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും കാവൽ തേടുന്നു നിന്നോട്. അത് പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് കയറാൻ. അത് പിശാചിന്റെ കേന്ദ്രമാണ്. പെട്ടെന്ന് വസ്വാസുകൾ മനസ്സിന് പിടിപെടാൻ ഏറെ സാധ്യതയുള്ളത് കൊണ്ട് കൂടുതൽ നേരം നിങ്ങൾ അവിടെ ചെലവഴിക്കരുത്. ഹബീബായ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യബൂലന്ന അഹദുകും ഫീ മുസ്തഹമ്മിഹി. നിങ്ങൾ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറിയാൽ കുളിക്കുന്നതിന് മുമ്പ് കുളിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിരുന്ന് മൂത്രിക്കാൻ പാടില്ല. മൂത്രിച്ചതിന് ശേഷം അവിടെ വെച്ച് കുളിക്കുക. ഔ യതവല്ലൗ ഫീ, അല്ലേ അവിടെ നിന്ന് തന്നെ ഉളൂ എടുക്കുക. ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവരുത്. കാരണം ഫൈന്നമത്തൽ വസ്വാസി മിൻഹു, ബഹുഭൂരിഭാഗം വസ്വാസുകളും പിടിപെടുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാത്റൂമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
മൂത്രത്തിൻ്റെ അംശമൊക്കെ നമ്മളെ ശരീരത്തിലേക്കാവാൻ സാധ്യതയുള്ള നിലക്ക് അവിടെ ഇരുന്ന് മൂത്രയിച്ചു, എന്നിട്ട് അവിടെ നിന്ന് കുളിച്ചു. അപ്പോൾ വസ്വാസ് പിടിപെടും. അതൊക്കെ രണ്ട് ഏരിയയിലായിട്ടാവലാണ് ഏറ്റവും ഹൈറ്. അതൊക്കെയാണ് വീടെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും രണ്ടാമതായി ഇബ്ലീസ് റബ്ബിനോട് ചോദിച്ചത് വജഅല്ലി മജ്ലിസാ, അല്ലാഹുവേ എനിക്ക് എൻ്റേതെന്ന് പറയാൻ പറ്റിയ ഒരു ഇരിപ്പിടം വേണം, എൻ്റേതെന്ന് പറയാൻ പറ്റിയ ഒരു ഇരിപ്പിടം വേണം. ഖാല, അല്ലാഹു പറഞ്ഞു, അൽ-അസ്വാഖു വമജാമിഉ തുറുഖി, അങ്ങാടികളാണ്, ജംഗ്ഷനുകളാണ്, ഇത് നിന്റെ ഇരിപ്പിടമാണ്, നിനക്ക് പ്രത്യേക അധികാരവും ആധിപത്യവുമുള്ള കേന്ദ്രങ്ങളാണ്. ഇങ്ങനെ പിശാചിന് അല്ലാഹു അനുവദിച്ചു കൊടുത്ത കേന്ദ്രമാണ് അങ്ങാടികളെന്ന് ഓർക്കണം മുഅ്മിനെ. അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങോട്ട് കയറി ചെല്ലുമ്പോ മനുഷ്യന്റെ ശ്രദ്ധകൾ ദുനിയാവിലേക്ക് തിരിയുമല്ലോ. നമ്മളെ ശ്രദ്ധയും താല്പര്യവും ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാകും. പിന്നെ ദിക്റൊന്നും കാര്യമായിട്ട് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല ജിഹാദ് ശൈത്താനോടും നഫ്സിനോടും നടത്തിയാൽ ഇതൊക്കെ ഓർത്ത് അങ്ങാടിയിൽ നിന്ന് ചെല്ലാൻ കഴിയൂ. ഇനിയെങ്കിലും അള്ളാഹു തൗഫീക്ക് തരട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞ് പറഞ്ഞേക്ക്, ഈ ആമീൻ കൊണ്ട് കിട്ടിയാൽ കഴിച്ചില്ലായല്ലോ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. അങ്ങാടിയിലെത്തുമ്പോൾ മറക്കരുത് മുഅ്മിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ ഹയ്യുൽ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ദാക്കിറുല്ലാഹി ഫിൽ ഗാഫിലീൻ كالمقاتل حلف الفارين ذكر الله في الغافلين كمصباح في بيت مظلم ذكر الله في الغافلين كغصن نخلر في شجر يابس. ആളുകളൊക്കെ ദുനിയാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച് നടക്കുന്ന, അല്ലാഹ് എന്ന ചിന്തയിൽ അശ്രദ്ധരായി നടക്കുന്ന അങ്ങാടി പോലെയുള്ള സ്ഥലത്ത് വെച്ചൊരാൾ ദിക്ർ ചൊല്ലിയാൽ അയാൾക്കൽ മുഖാത്തിലെ ഖൽഫൽ ഫാരീൻ, അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനിനു വേണ്ടി ശത്രുവിൻ്റെ പിന്നാലെ കൂടി യുദ്ധം ചെയ്യുന്നവനെ പോലെയാ. ആളുകളൊക്കെ അശ്രദ്ധവാന്മാരാകുന്ന അങ്ങാടിയിൽ വെച്ച് ദിക്ർ ചൊല്ലുന്നവർ ആകെ ഉണങ്ങി നിൽക്കുന്ന മരത്തിലെ പച്ചക്കൊമ്പ് പോലെയാ. കൂരിരുട്ടുള്ള വീട്ടിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെയാ അങ്ങാടിയിൽ വെച്ച് ദിക്ർ ചൊല്ലുന്നവരെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. മാത്രമല്ല എൻ്റെ സഹോദരാ, പ്രിയപ്പെട്ട സഹോദരി, അങ്ങാടിയിൽ വെച്ച് ഇങ്ങനെ ഒരാളങ്ങ് ദിക്ർ ചൊല്ലിയാൽ ലഭ്യമാകുന്ന മറ്റൊരു നേട്ടം പറയട്ടെ. ഇബ്നു ഉമർ തങ്ങൾ പറയുന്നുണ്ട്, മുത്ത് റസൂലുള്ള പറഞ്ഞതാണ്, ദാക്കിറുല്ലാഹി ഫിസ്സൂഖ്, അങ്ങാടിയിൽ വെച്ച് ദിക്ർ ചൊല്ലുന്നവർ യൻളുറുല്ലാഹു ഇലൈഹി നളറാ, അവരിലേക്ക് അല്ലാഹു ഒരു പ്രത്യേകമായ നോട്ടം നോക്കും. ആ നോട്ടത്തിന്റെ പ്രത്യേകത കേൾക്കണോ? മൻ നളറല്ലാഹു ഇലൈഹി ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ. ആ ഒരു നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ അല്ലാഹു ശിക്ഷിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അങ്ങനെയൊക്കെ ഒരു തൗഫീക്ക് ഉള്ളവർക്ക് അങ്ങാടിയിലെത്തുമ്പോൾ ഈ ദിക്റൊക്കെ ഒന്ന് ഓർമ്മ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനെ ശ്രദ്ധിക്ക്. ഇനി അങ്ങാടിയിലേക്ക് എത്തുമ്പോൾ ഒന്നും വേണ്ട, നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ ഹയ്യുൽ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇങ്ങനെ ദുനിയാവിൽ നിന്ന് ദിക്ർ ചൊല്ലി നടക്കുന്നവർക്ക് സ്വർഗത്തിലെ അങ്ങാടികളിൽ നടക്കാമല്ലോ ആനന്ദത്തോടെ, സന്തോഷത്തോടെ. അങ്ങനെ സ്വർഗത്തിൽ നടക്കുമ്പോഴാ മുത്ത് റസൂൽ പറയുന്നുണ്ട്, മനോഹരമായ ഒരു കാറ്റ് അടിച്ചു വീശും, നല്ല ഒരു കാറ്റ് അടിച്ചു വീശും. അതവരുടെ മുഖത്തും ശരീരത്തിലൊക്കെ ഏൽക്കും.
അതിനനുസരിച്ച് ഫയസ്ദാദൂന ഹുസ്നൻ വജമാല, അവരുടെ സൗന്ദര്യവും ചുറുക്കും എടുപ്പുമൊക്കെ കൂടി വരും. അല്ലാഹുവേ തൗഫീക്ക് തരണേ റബ്ബേ. ഒരു ക്ഷീണോ ഒരു അസ്വസ്ഥതയോ ഒരു ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ ഒന്നും എവിടെയില്ല. നിങ്ങൾക്ക് എന്താ പറയാ, ഒരിടങ്ങാറ് പഠിച്ചോനെ എവിടെയില്ല. ഒരു പ്രശ്നമില്ല, തല ചുറ്റലോ കൈകാലിൻ്റെ വേദനയോ ഒന്നുമില്ല. അല്ലാഹു അവിടെ എത്തിച്ചു തരട്ടെ. നല്ല റാഹത്തിൽ അങ്ങാടിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കാറ്റടിച്ച് വീശാണ്. ആ കാറ്റ് കൊള്ളുന്നതിനനുസരിച്ച് ചൊറുക്കിങ്ങനെ കൂടി വരികയാണ്. സുമ്മ യർജിഊന ഇലാ അഹ്ലീഹിം, അങ്ങനെ അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങി ചെല്ലും. ആ സമയത്ത് വീട്ടുകാർ ഇവരിലേക്ക് നോക്കിയിട്ട് പറയും, സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു സൗന്ദര്യമാ, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും സൗന്ദര്യമില്ലായിരുന്നു, നല്ല മനോഹരമായ ചന്തമുള്ള മുഖമാണ്. ഉടനെ ഇവരുടെ മറുപടി വീട്ടുകാരോട്, ഓഹോ ആ കാറ്റ് ഇവിടെയും അടിച്ച് വീശിയിട്ടുണ്ടല്ലേ, ലഖദിസ്ദസ്തും ബഅദനാ ഹുസ്നൻ വജമാലാ, ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്കും ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ നിങ്ങളുടെ സൗന്ദര്യം വല്ലാതെ കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാറ്റ് ഇവിടെയും ചൊർക്ക് പോരാ, നിന്റെ സൗന്ദര്യമൊക്കെ പോയി, അങ്ങനെ ഒരു വർത്താനം അവിടെ ഉണ്ടാവില്ല. അതൊക്കെ ദുന്യാവിലല്ലേ. കെട്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഓന് ഓളിയും പറ്റൂല, കോനിയും പറ്റൂല, ഒക്കെ കഴിഞ്ഞു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിൻ സ്വർഗ്ഗാണ്. അല്ലാഹു എല്ലാ നിലക്കുള്ള അനുഗ്രഹങ്ങളും കുത്തി നിറച്ച കേന്ദ്രമാണ്. റബ്ബവിടെ എത്തിപ്പെടാൻ തൗഫീക്ക് തരട്ടെ. മിനെ സ്വർഗത്തിൻ്റെ കഥകൾ അതങ്ങനെ പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം പറയേണ്ടി വരും. ഒരല്പം നരകത്തെക്കുറിച്ചും പറയണമല്ലോ. അങ്ങനെയാണല്ലോ ഖുർആൻ്റെ ശൈലി. സ്വർഗം പറഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞില്ലേ, സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സൗകര്യം തന്നെ ദുനിയാവിൻ്റെ മൊത്തം സൗകര്യങ്ങളും അതിൻ്റെ 10 ഇരട്ടിയാണ്. അല്ലാ, എന്നാ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ വിളിച്ചു പറയും, അല്ലാ ഈ നരകത്തിലെ ഏറ്റവും വലിയ അദാബ് അനുഭവിക്കുന്നവൻ ഞാനാണല്ലോ എന്ന് പറഞ്ഞു പോകും. അല്ലാഹു കാക്കട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബാ മല്ലഹു നഅലാനി വശിറാകാൻ. ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബാ, നരകത്തിലെ ഏറ്റവും നിസാരമായ അദാബ് അനുഭവിക്കുന്നയാൾ, ഏറ്റവും ചെറിയ ശിക്ഷ, അതിനേക്കാൾ ചെറിയൊരു ശിക്ഷ നരകത്തിലില്ല. അത് മല്ലഹു നഅലാനി വശിറാകാൻ, മുഅ്മിനെ നമ്മുടെ ഹവായി ചെരുപ്പ് പോലെയുള്ള ഒരു ചെരുപ്പ് ധരിപ്പിക്കലാൻ, ഒരു ചെരുപ്പ് ധരിക്കാൻ കൊടുക്കലാണ്. തീ കൊണ്ടുള്ള ചെരുപ്പ്. ചെരുപ്പാണോ, സാരല്ല, കാലൊന്ന് പൊള്ളല്ലുള്ളൂ, എങ്ങനെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ചിന്തിക്കല്ലേ മുഅ്മിനെ, അങ്ങനെ വിചാരിക്കല്ല. ഹബീബായ നബിതങ്ങൾ പറയുന്നുണ്ട്, ആ ചെരുപ്പങ്ങ് ധരിക്കലോട് അതിൻ്റെ ചൂടങ്ങ് തലച്ചോറ്റിലേക്ക് കയറിയിട്ട് യുഗ്ലാ മിൻഹു മാ ദിമാഉഹു കമാ യുഗ്ലൽ മിർജലു, അടുപ്പത്ത് വെച്ച വെള്ളം ചൂടുകൊണ്ട് വെട്ടിത്തിളക്കുന്നത് പോലെ ഇവൻ്റെ തലച്ചോറ് വെന്തുരുകി ഒലിക്കുകയാണ്. നരകത്തിലൂടെ ആർത്തട്ടഹസിച്ച് ഓടുകയാണ്. എന്നിട്ട് വിളിച്ച് പറയുമല്ലാ, ഇതെന്തൊരു പരീക്ഷണമാണല്ലാ, ഈ നരകത്തിലെ ഏറ്റവും വലിയ അദാബ് നീ തന്നത് എനിക്കാണല്ലോ അല്ലാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതാരാ പറയുന്നത്? ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നയാൾ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആളാണ് പറയുന്നത്, പടച്ചോനെ ഇതെന്തൊരു പരീക്ഷണായി റബ്ബേ, ഈ നരകത്തിലെ ഏറ്റവും വലിയ അദാബ് നീ തന്നത് എനിക്കാണല്ലോ. മുഅ്മിനെ, അപ്പോൾ എന്തായിരിക്കും നരകത്തിലെ വലിയ വലിയ അദാബുകളൊക്കെ? അല്ലാഹു കാക്കട്ടെ. എന്താണ് നരകമെന്ന് മുത്ത് റസൂലിന് നരകത്തെ വിശദീകരിച്ചു കൊടുക്കവേ പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട് സാക്ഷാൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം.
ഹബീബായ നബി തങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് ചോദിച്ചു, അല്ല ജിബ്രീലേ, എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത്? വഅൻത ബിൽ മക്കാനില്ലതീ കുൻത ഫീ, നിങ്ങൾ അത്യുന്നതമായ ദർജയിലുള്ള ആളല്ലയോ, നിങ്ങൾ എന്തിനാ വിഷമിച്ച് കരയുന്നത്? ആ സമയത്ത് പറഞ്ഞ മറുപടി കേൾക്കണ്ട സഹോദരാ, അതൊന്ന് കേൾക്കണ്ട പെങ്ങളെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്താണെന്നറിയോ? എങ്ങനെ ഞാൻ കരയാതിരിക്കും നബിയെ? എന്റെ പേടി എന്താണെന്നറിയോ? ലഅല്ലി ഉബ്തുലിയ കമബ്തുലിയ ബിഹി ഇബ്ലീസ്. ഒരിക്കൽ എന്നേക്കാൾ വലിയ ദർജയിലായിരുന്നു ഇബ്ലീസ്. ആ ഇബ്ലീസിന് അല്ലാഹു പരീക്ഷണം കൊടുത്തു. ആ പരീക്ഷണത്തിൽ ഇബ്ലീസ് പരാജയപ്പെട്ടു പോയി. അല്ലാഹുവേ, അതുപോലെ എന്തെങ്കിലും പരീക്ഷണം അല്ലാഹു എനിക്ക് തരുമോ എന്നതാണ് എൻ്റെ പേടി. ഇത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ് കരച്ചിലിന്റെ ശക്തി കൂട്ടിയപ്പോ ഫബകാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലും കരയുകയാണ്. ഒരുപാട് നേരം അവരങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നുവെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. നരകത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഒപ്പം കരച്ചിലും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞതാ, ഒരിക്കൽ ഞങ്ങൾ മുത്ത് റസൂലിന്റെ അടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. സാധാരണ വരുമ്പോൾ മുഖത്ത് നല്ല പ്രകാശമായിരിക്കും, വല്ലാത്ത വെളിച്ചമായിരിക്കും. അന്ന് മുഖത്തിന്റെ നിറമാകെ മങ്ങിയിരിക്കുകയാണ്, മുഖത്ത് വല്ലാത്ത ഭാവപ്പകർച്ചയാ. ഉടനെ ഫഖാമ ഇലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് മുത്തുനബി അങ്ങ് നിന്നു. എന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി ജിബ്രീൽ? റഅയ്നാക മുതഗയ്യിറൻ ലൗൻ, ജിബ്രീൽ നിങ്ങൾക്കിതെന്തു പറ്റി? മുഖത്തൊക്കെ വല്ലാത്തൊരു ഭാവപ്പകർച്ചയുണ്ടല്ലോ, എന്തോ കണ്ട് പേടിച്ച് കരയുന്നത് പോലെയുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ഇങ്ങനല്ലല്ലോ സാധാരണ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോ. അപ്പോൾ പറഞ്ഞു, നബിയേ, ഇങ്ങനെ ഞാൻ കരയാതിരിക്കും? ഞാനിപ്പോൾ വരുന്നത് നരകത്തിൻ്റെ അടുക്കൽ നിന്നാണ്. ആ നരകത്തെ അല്ലാഹു എനിക്ക് ശരിക്കൊന്ന് കാണിച്ചു തന്നതാണ് നബിയേ. അത് കണ്ടങ്ങ് പേടിച്ചു പോയതാ. ഉടനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ ജിബ്രീലേ, സിഫ്ലിയന്നാർ, ആ നരകത്തെ കുറിച്ച് എനിക്കൊന്ന് നന്നായി പറഞ്ഞു തരൂ, എന്നാ ഒന്ന് കണ്ട കാര്യം പറഞ്ഞു തരൂ. അപ്പൊ പറഞ്ഞു, നബിയെ, ഭയങ്കരാൻ 1000 കൊല്ലം ആ നരകത്തിന്റെ ചൂടൊന്ന് കാഠിന്യം കൂടാൻ വേണ്ടി അള്ളാഹു കത്തിച്ചു. കത്തി ഹത്തഹ്മറത്ത്, നരകാഗ്നിയുടെ കളറാകെ കടും ചുവപ്പായി നബിയെ. ഇത് ഇമാം ബുഖാരിയുടെ ഹദീസാണ്. സുമ്മ ഊഖിദ അലൈഹ അൽഫുആം, പിന്നെയും 1000 കൊല്ലം ചൂടിന്റെ കാഠിന്യം കൂടാൻ വേണ്ടി കത്തിച്ചു. കത്തി ഹത്തബിയല്ലത്ത്, തീയിന്റെ കളറ്, അഗ്നിയുടെ കളറ് കടും വെള്ളയായി നബിയെ. പിന്നെയും കത്തിച്ചു 1000 കൊല്ലം. ഹത്തസ്വദ്ദത്ത്, പിന്നതാകെ കറുത്തുപോയി നബിയെ. ഇപ്പോൾ ആ നരകത്തിലെ അഗ്നിയുടെ കളറ് കടും കറുപ്പാ എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തീർന്നില്ല മുഅ്മിനെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാ, നബിയേ, വല്ലദീ നഫ്സീ ബിയദിഹി ലൗ അന്ന സുഖബ ഇബ്റത്തിൻ ഫുതിഹത് മിൻ ജഹന്നമ ഇലാ അഹ്ലിദ് ദുനിയാ ലമാ തമം ഫിൽ അർളി കുല്ലുഹും മിൻ ഹർരിഹി. ആ നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യം നിങ്ങൾക്ക് കേൾക്കണോ? ആ നരകത്തിൽ നിന്ന് ഒരു ചെറിയ ദ്വാരമെങ്ങാനും ഈ ഭൂമിയിലേക്കുണ്ടാക്കി എന്ന് സങ്കൽപ്പിക്കുക. എന്നാൽ ആ നരകത്തിന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ ആ ദ്വാരത്തിലൂടെ ഭൂമിയിലേക്ക് വരുന്ന ചൂട് കൊണ്ട് ഇവിടെയുള്ളവരൊക്കെ മരിച്ചു പോകും നബിയേ. മാത്രമല്ല, കേൾക്കണോ നബിയേ, വല്ലദീ നഫ്സീ ബിയദിഹി,
ലൗ അന്ന ഹാസിനം മിൻ ഹസനതി ജഹന്നമ ലവിത്തല ഇലാ അഹ്ലിദ് ദുനിയാ ലമാ തമയല്ലറു ഇലൈഹിം മിൻ ഖുബഹി വജ്ഹിഹി വമിന്നതി നിരിഹിഹി. നബിയേ, നിങ്ങൾക്ക് കേൾക്കണോ ആ നരകത്തെ കാക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്കുകളെ കുറിച്ച്? നരകത്തിന്റെ ചുമതല അല്ലാഹു ഏൽപ്പിച്ച സബാനിയായ മാലാകമാരെ കുറിച്ച് കേൾക്കണോ? ലൗ അന്ന ഹാസിനം മിൻ ഹസനതി ജഹന്നമ ലവിത്തല ഇലാ അഹ്ലിദ് ദുനിയാ. ആ നരകത്തെ കാക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മാലാകമാരുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മലക്ക് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നാൽ നബിയേ, ലമാത മയല്ലറു ഇലൈഹിം മിൻ ഖുബഹി വജ്ഹിഹി വമിന്നതി നിരിഹി. ആ മലക്കിന്റെ വൈരൂപ്യം കൊണ്ടും ആ മലക്കിന്റെ ദുർഗന്ധം കൊണ്ടും ആ മലക്കിനെ കാണുന്നവരൊക്കെ ബോധം കെട്ട് വീണുപോകും നബിയെ. ആ നിലക്കാണ് ആ മാലാകമാരെ അള്ളാഹു പടച്ചിട്ടുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മുഅ്മിനെ, ആ നരകത്തെ വലിച്ചു കൊണ്ടുവരാൻ തന്നെ അള്ളാഹു ഏൽപ്പിച്ചത് 490 കോടി മലക്കുകളെയാണ്. എത്ര? 490 കോടി മലക്കുകളാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരിക. നരകത്തെ വലിച്ചു കൊണ്ടുവരികയോ? അങ്ങനെയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. പെട്ടെന്ന് മുത്തുനബി ഒന്ന് ഞെട്ടി, ആകെ വിയർത്തു. റസൂലുള്ളാഹിക്ക് ഭയങ്കരമായൊരു വറ തുടങ്ങി. ഞങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്ത് കൂടി, മാ ലക യാ റസൂലല്ലാഹ്, എന്തേ പറ്റി നബിയേ? റഅയ്നാക മുതഗയ്യിറൽ ലൗൻ, ആകെ വിഷമിച്ചു പോയല്ലോ, ആകെ ഭാവപ്പകർച്ചയുണ്ടായി പോയല്ലോ, എന്തേ പറ്റിയത്? അപ്പോൾ പറഞ്ഞു, ഉൻസിലത അലയ്യ, എനിക്കിതാ ചില ആയത്തുകൾ ഇറങ്ങിയതാണ്, ആ ആയത്തിൽ ഞാൻ പേടിച്ചു പോയതാണ്. കുറച്ച് ആയത്ത് ഇറങ്ങി, എൻ്റെ അമ്മോ, ആ ആയത്തിനെ അങ്ങോട്ട് പേടിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഏതാ നബിയെ നിങ്ങൾ എങ്ങനെ പേടിപ്പിച്ച ആയത്ത്? ഈ നിലക്ക് ഇത്ര പെട്ടെന്ന് നിങ്ങൾ മാറ്റിയ ആയത്തേതാണ്? ഹബീബായ നബി തങ്ങൾ ഓതിക്കൊടുത്തു, കല്ലായിദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നം. കല്ലായിദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ, ഭൂമിയെ അടിച്ചുടച്ച് ധൂളികളാക്കപ്പെടുകയും വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം മഹ്ശറയിലുള്ള ആളുകളെ വലയം ചെയ്തുകൊണ്ട് മാലാഖമാർ 7 സഫായി നിൽക്കുകയും ചെയ്താൽ, അപ്പോഴാണ് വജീഅ യൗമൈദിൻ ബിജഹന്നം, അപ്പോഴാണ് ആ ജഹന്നമെന്ന നരകത്തെ കൊണ്ടുവരപ്പെടുന്നത്. അപ്പോഴാണ് ജഹന്നമെന്ന നരകത്തെ കൊണ്ടുവരപ്പെടുന്നത്. അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിച്ചു, എന്താ നബിയെ, നരകത്തെ കൊണ്ടുവരികയോ? നരകത്തെ കൊണ്ടുവരികയോ? വകൈഫ യുജാഉ ബിഹാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നരകത്തെ കൊണ്ടുവരപ്പെടുന്നത് നബിയെ? ഖാല, ഹബീബായ നബി പറഞ്ഞു, യുഅതാ ബിജഹന്നമ, യുഅതാ ബിജഹന്നം, അതേ നരകത്തെ കൊണ്ടുവരപ്പെടും. ലഹാ 70,000 സിമാമിൻ മഅ കുല്ലി സിമാമിൻ 70,000 മലക. അന്നാ നരകത്തിന് 70,000 വട്ടക്കണ്ണികൾ ഉണ്ടാകും. മഅ കുല്ലി സിമാമിൻ 70,000 മലക, ഓരോ വട്ടക്കണ്ണിയും പിടിക്കാൻ 70,000 മലക്കുകളാണ്. യുഅതാ ബിജഹന്നം, അതേ നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടും. അന്ന് ലഹാ 70,000 സിമാം, അതിന് 70,000 വട്ടക്കണ്ണികളാണ്. ഒരു വട്ടക്കണ്ണി പിടിക്കാൻ മഅ കുല്ലി സിമാമിൻ, ഓരോ വട്ടക്കണ്ണിയും പിടിക്കാൻ 70,000 മലക്ക. എത്ര മലക്ക? റബ്ബേ, ഒരു വട്ടക്കണ്ണി പിടിക്കാൻ 70,000 മലക്ക്. അപ്പോൾ ഒരു വട്ടക്കണ്ണിൻ്റെ വലുപ്പം തേക്കാരം നിങ്ങൾ വിചാരിച്ചു ഈ ബിരിയാണി ചെമ്മിൻ്റെ വട്ടക്കണ്ണി പോലെ ഇത്ര ഉണ്ടാവുള്ളൂ, എങ്ങനെ അങ്ങോട്ട് പിടിച്ച് കൊണ്ടുവരലായിരിക്കും? പൊന്നാര മുമ്മിനെ ഒരു മലക്കിൻ്റെ ശക്തി എത്ര? ഒരൊറ്റ
ഒരു മലക്കിൻ്റെ ശക്തി എത്രേ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത സ്വവർഗരതി എന്ന തമ്മാടിത്തരത്തിന് അടിമപ്പെട്ടപ്പോൾ 7 പട്ടണങ്ങളടങ്ങുന്ന വലിയ ഒരു ഏരിയയെ ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. 600 ചിറകുണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്. എന്നാൽ ഈ ഏരിയ മൊത്തം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയത് അലാ ത്വറഫി ജനാഹിഹി, ഒരൊറ്റ ചിറകിൻ്റെ മേലിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മലക്കിൻ്റെ ശക്തി എത്ര? ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഒരൊറ്റ മലക്കിൻ്റെ ഊത്തുകൊണ്ടാണ് ഈ ലോകം മൊത്തം താറുമാറാകുന്നത്. ഒരു മലക്കിൻ്റെ ശക്തി എത്ര? നരകത്തിൻ്റെ വട്ടക്കണ്ണികളിൽ ഒരു വട്ടക്കണ്ണി പിടിക്കാൻ എത്ര മലക്ക? 70,000. അങ്ങനെ 70,000 × 70,000 = 490 കോടി മലക്കുകളാണ് റബ്ബേ ആ നരകം പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നത്. അല്ലാഹ്, അതിൻ്റെയൊക്കെ ഒരു വലിപ്പത്രേ. അള്ളാഹു കാക്കട്ടെ. 70 കൊല്ലം വേണം നരകത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കെത്താൻ. ഒരാളെ നരകത്തിൻ്റെ മുകളിലെ തട്ടിൽ നിന്ന് താഴേക്കിട്ടാൽ താഴെ വന്ന് വീഴുമ്പോഴത്തേക്ക് എത്ര കൊല്ലം കഴിയും? മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അള്ളാഹു നമ്മളെ നരകത്തെ തൊട്ട് കാക്കട്ടെ. റസൂൽ പറയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തതാണ്, നബിയെ ഈ നരകത്തെ കാക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളെ കൂട്ടത്തിൽ നിന്ന് എങ്ങാനും ഒരു മലക്ക് ഈ ഭൂമിയിലേക്ക് വന്നാൽ ലമാ തമയ്യൻളുറു ഇലൈഹി മിൻ ഖുബ്ഹി വജ്ഹിഹി വമിൻ നത്നിരിഹിഹി, ആ മലക്കിൻ്റെ ദുർഗന്ധം കൊണ്ടും ആ മലക്കിൻ്റെ വൈരൂപ്യം കൊണ്ടും നോക്കുന്നവരൊക്കെ ബോധം കെട്ട് വീണു പോകും നബിയെ എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, اللهم أجرنا من النار، 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 اللهم أجرنا من النار. 7 തവണ അള്ളാഹിനോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാൽ നരകം തന്നെ അള്ളാഹിനോട് പറയും, പടച്ചോനെ ഓനെ എന്നിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് നരകം തന്നെ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നരകത്തെ തൊട്ട് കാക്കട്ടെ. സ്വർഗം ഒരാൾ ആവർത്തിച്ച് റബ്ബിനോട് ചോദിച്ചാൽ, ഒരു ഹദീസിൽ പറഞ്ഞത് 7 തവണ, മറ്റൊരു ഹദീസിൽ പറയുന്നത് 3 തവണ അള്ളാഹിനോട് ചോദിച്ചാൽ സ്വർഗം തന്നെ പറയും, പടച്ചോനെ അവനെ നിർബന്ധമായും എന്നിൽ പ്രവേശിപ്പിക്കണം. അതുകൊണ്ട് മുഅ്മിനെ, എത്രയോ കാര്യങ്ങൾ നമ്മളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക. നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. സൂറത്തുൽ മുഅ്മിനൂൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നുണ്ട് സ്വർഗാവകാശികളെ കുറിച്ച്. ആർക്കാണ് സ്വർഗം? അദ്ഫലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين ومن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. സ്വർഗം അനന്തരമെടുക്കുന്നവർ ഇവരൊക്കെയാന്ന് പറഞ്ഞ് ഒരുപാട് വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് സൂറത്തുൽ മുഅ്മിനൂൻ്റെ തുടക്കത്തിൽ. അതൊക്കെ ഒന്ന് പഠിച്ച് ആ സ്വർഗ്ഗക്കാരിൽ പെടാനുള്ള പരിശ്രമം നമ്മളൊക്കെ നടത്തണം. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിനൊക്കെയുള്ളൊരു കാരണമായി മജ്ലിസിൽ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ യാത്ര സ്വർഗ്ഗലോകത്തേക്കുള്ളൊരു യാത്രയാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. നമ്മൾ സ്വർഗത്തിൽ നിന്ന് വന്നവരാണ്. സ്വർഗമാണ് നമ്മുടെ തറവാട്. വല്യപ്പയെയും വല്യമ്മയെയും ആദ്യം അള്ളാഹു പാർപ്പിച്ചത് സ്വർഗത്തിലേക്കാണ്. അവിടെ നിന്ന് വന്ന നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാൻ കഴിയണം. അതിനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ പഠിച്ച് ആ റൂട്ടിലൂടെയുള്ള യാത്രയാവണം. അതൊക്കെയാണ് സത്യത്തിൽ ഇത്തരം പരിപാടിയുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെയും മറ്റന്നാളൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ വിപുലമായ പരിപാടി നടക്കുന്നുണ്ട്. അള്ളാഹു അതൊക്കെയും വലിയ വിജയത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ,
ഒരല്പം തേൻകുപ്പി ഇവിടെ കാണുന്നുണ്ട്, വലിയ കുപ്പികളാണ്. ഏതായാലും സാമ്പത്തികമായി ചെറിയൊരു മാന്ദ്യമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും സാരല്ല. അള്ളാഹു താല നമ്മളെല്ലാ വിഷമങ്ങളും തീർത്ത് റാഹത്താക്കി തരട്ടെ. അള്ളാഹു എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തരട്ടെ. മുഅ്മിനീങ്ങളെ, കുറച്ച് കൂടുതലുണ്ട് തേന്. കുടുംബത്തിൽ ഒരാൾ കൊണ്ടുപോയാൽ അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കും വേണം. പക്ഷെ ഒരു കാര്യം, ഇത് കൊണ്ടുപോകുന്നവർ ശ്രദ്ധിക്കണം. കാരണം ഈ മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഇത് കൊണ്ടുപോകുന്നവർക്ക് ഭൂമിയിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മരുന്നായി ഇത് മാറണം. അവർക്ക് ലഭ്യമാകുന്ന മരുന്നുകളിൽ ഏറ്റവും നല്ല മരുന്നായി ഇത് മാറണം. അതിനെന്ത് വേണമെന്നറിയാം? ഇത് കുടിക്കുന്നവർക്ക് ക്യാൻസർ വരരുത്, ഇത് കഴിക്കുന്നവർക്ക് കിഡ്നിക്ക് തകരാറുണ്ടാവരുത്, നാഡിനരമ്പിനൊന്നും ഒരു ബ്ലോക്കോ വിഷമോ ഉണ്ടാവരുത്, കൈകാലുകളുടെ വേദനയൊക്കെ തീർന്നു കിട്ടണം, ശിഫയായി കിട്ടണം. അതിനെന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ, അല്ലാ എന്ന ഇസ്മിൻ്റെ അതെത്ര? അല്ലാ എന്നുള്ള ഇസ്മിൻ്റെ എത്ര? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ എത്ര? 786. അല്ലാ എന്ന ഇസ്മിൻ്റെ എത്ര? 66. അല്ലാ എന്ന ഇസ്മിൻ്റെ 66. ഒരു 66 തവണ ഉളുവോടുകൂടെ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഇതിലേക്ക് ഊതിയാൽ ഇൻഷാ അല്ലാ ഇത് കിട്ടുന്നതിൽ ഏറ്റവും വലിയ മരുന്നായിരിക്കും. ഇതുകൊണ്ട് മുറാദുകൾ ഹാസിലായി കിട്ടും, ഇത് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കിട്ടും, ഇത് രോഗങ്ങൾക്ക് ശിഫയായി കിട്ടും, ഇത് കുടുംബത്തിൽ സന്തോഷത്തിന് കാരണമാകും, ഇത് പ്രതിസന്ധികൾക്ക് പരിഹാരമാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അമീൻ്റെ ഒച്ചയൊക്കെ പറ്റ പോയോ? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതിൽ നിന്നൊരല്പമെങ്കിലും കുടിക്കുന്നവർക്ക് അള്ളാഹു ക്യാൻസർ എന്ന മഹാമാരിയെ തൊട്ട് പൂർണ്ണ കാവൽ നൽകട്ടെ. ഈമാൻ കുറഞ്ഞു പോകുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. തെറ്റായ നടപടിയിലേക്ക് പോകുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. നല്ല ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും ബുദ്ധിശക്തിയും അള്ളാഹു കൊടുക്കട്ടെ. തൊടുന്നതിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. വഴികളൊക്കെ അള്ളാഹു ഖൈറിൻ്റെതാക്കി കൊടുക്കട്ടെ. വിഷമങ്ങളൊക്കെ അള്ളാഹു പൂർണ്ണമായും തീർത്തു കൊടുക്കട്ടെ. തടിക്കും മനസ്സിനും എപ്പോഴും ഉന്മേഷവും സന്തോഷവും അള്ളാഹു കൊടുക്കട്ടെ. സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി, വലിയ പുരോഗതി അള്ളാഹു കൊടുക്കട്ടെ. ഒരു 3 സലാത്ത് ചൊല്ലി ഇത് കൊണ്ടുപോകുന്നവർക്കായി ഒന്ന് ദുആ ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ, രാജസയ്യിദായ റബ്ബേ, ജല്ല ജലാലായ റബ്ബേ, റബീഉൽ അവ്വലിൽ ഇന്ന് ഞങ്ങൾ ചൊല്ലിയ സലാത്ത് ഇപ്പം തന്നെ ഞങ്ങളെ ഹബീബിൻ്റെ ഹളറത്തിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക റബ്ബേ. ആ സലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ റബ്ബേ. ഈ തേൻ എല്ലാ രോഗങ്ങൾക്കും ശിഫയാക്കണേ റബ്ബേ. നീ തന്നെ നിൻ്റെ ഖുർആനിൽ പറഞ്ഞതാണ്, യഖ്റുജു മിൻ ബുത്തൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ്. തേനിൽ മനുഷ്യർക്ക് ശിഫയുണ്ടെന്ന് ആ വിശ്വാസത്തോടു കൂടെയാണ്. ഒപ്പം ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ. ഫാത്തിഹ എല്ലാ രോഗത്തിനും ശിഫയാണ്. അത് നിൻ്റെ ഇസ്മിൻ്റെ അതനുസരിച്ച് 66 തവണ ഓതിയിട്ട് ഇതിലേക്ക് ഊതി ഇൻഷാ അല്ലാഹ് കുറേച്ച് വെറും വയറ്റിൽ കഴിക്കുക. കുടുംബത്തിലൊക്കെ ഇടങ്ങാറാകുന്നവർക്ക് നീയത്ത് ചെയ്തിട്ട് ഫാത്തിഹ ഊതിയിട്ട് അത് കുടിക്കാൻ കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ഹോസ്പിറ്റലും മരുന്നും ടെസ്റ്റും ചികിത്സയായിട്ടൊന്നും കഴിയേണ്ടി വരില്ല. നല്ല യക്കീനുറപ്പോടുകൂടെ കൊണ്ടുപോയിട്ട് ചെയ്തോളൂ, ഫലം കാണും തീർച്ച. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു ഏറ്റവും നല്ല മരുന്നാക്കട്ടെ. വാങ്ങുന്നവർക്കൊക്കെ വലത് കയ്യിൽ കിതാബ് വാങ്ങാൻ അള്ളാഹു തൗഫീക്ക് കൊടുക്കട്ടെ. ദുനിയാവും ആഖിറും ഒരു വലിയ വിജയത്തിൻ്റെ വഴിയായി അള്ളാഹു ആക്കി കൊടുക്കട്ടെ. മുഅ്മിനെ, വലിയൊരു വിലയൊന്നും പറയുന്നില്ല, ഞാൻ വളരെ ചെറിയൊരു വില പറയാം ഇൻഷാ അല്ലാഹ്. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, അത് എൻ്റെ പൈസയൊക്കെ ഉണ്ടാക്കാനുള്ള വയൽ നാളെയും മറ്റന്നാളൊക്കെ ഉണ്ടാവും. ഇന്നിപ്പം ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. 1001 ഉറുപ്പ്യ ഇൻഷാ അല്ലാഹ് ഒരാൾ വരി. ബിസ്മില്ലാ. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഒരു 3-4 കുപ്പിയോടെ ഉണ്ട് വരി. ബിസ്മില്ലാ. 5 കുപ്പിയുണ്ട്. 5 കുപ്പിയല്ലേ ഉള്ളൂ. 1001 ഉറുപ്പ്യല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും മുഅ്മിനീങ്ങൾ സലാത്ത് ചൊല്ലി ദുആ ചെയ്തതല്ലേ വരി. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അള്ളാഹു രോഗങ്ങൾ ശിഫയാക്കട്ടെ. അള്ളാഹു ഈമാൻ കൂട്ടിക്കൊടുക്കട്ടെ. മക്കളെ കൊണ്ട് വലിയ സന്തോഷം അള്ളാഹു കൊടുക്കട്ടെ. കുടുംബത്തിലൊക്കെ ഖൈർ അള്ളാഹു കൂട്ടിക്കൊടുക്കട്ടെ. ഇതെത്തുന്ന വീട്ടിൽ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും ഐക്യവും ഒരുമയും അള്ളാഹു കൊടുക്കട്ടെ. ഇതവർക്ക് ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിന് അള്ളാഹു കാരണമാക്കട്ടെ.
ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ ഹൈറായ ജോലി കിട്ടാൻ അള്ളാഹു ഇത് കാരണമാക്കട്ടെ. നല്ല ഈമാനുള്ള മക്കളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരണം വരെ ഒരു മുടക്കില്ലാതെ നിസ്കരിക്കാനുള്ള തൗഫീക്ക്, ആഫിയത്ത്, കരുത്ത് അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കട്ടെ. അള്ളാഹു വലത് കയ്യിൽ കിതാബ് വാങ്ങാൻ തൗഫീക്ക് കൊടുക്കട്ടെ. അള്ളാഹു മുഅ്മിനീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഖൈറ് കൊണ്ടും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ ഷർറും ഇത് വാങ്ങിയവരിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും അള്ളാഹു തട്ടിമാറ്റട്ടെ. സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു വഴി, അതിനുള്ളൊരു മനസ്സ് അള്ളാഹു കൊടുക്കട്ടെ. ശ്രദ്ധിക്കുക. KL 65E 6500 എന്ന വാഹനം ആ ചിക്കൻ സ്റ്റാളിൻ്റെ മുന്നിൽ നിന്ന് മാറ്റിക്കൊടുക്കണമെന്ന് അറിയിക്കുന്നു. മുഅ്മിനീങ്ങളെ, നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ഒന്നിച്ചൊരു 11 സലാത്ത് മുസ്തഫ റസൂലുള്ളാഹിൻ്റെ പേരിൽ ചൊല്ലി ഹദിയ ചെയ്ത് ദുആ ചെയ്യും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. സലാത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. സലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഈ മജ്ലിസിൽ ഇജാബത്ത് തരട്ടെ. അല്ലാഹു നമുക്കൊക്കെ കണക്കാക്കിയ എല്ലാ ആപത്തുകളും തട്ടിമാറ്റട്ടെ. എല്ലാ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലാഹു തീർത്ത് തരട്ടെ. നമ്മുടെ വീട്ടിലും നാട്ടിലും അല്ലാഹു ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും ഐക്യവും ഒരുമയും ഒക്കെ നൽകട്ടെ. നമ്മുടെ സംരംഭങ്ങളൊക്കെ അല്ലാഹു വലിയ വിജയത്തിലെത്തിക്കട്ടെ. നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും ഒക്കെ അല്ലാഹു കൂട്ടിത്തരട്ടെ. നമ്മുടെ ചിന്തയിൽ വരുന്ന പിഴവുകളെ തൊട്ട് അല്ലാഹു പൂർണ്ണമായും കാത്തുരക്ഷിക്കട്ടെ. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه يكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ചൊല്ലിയ സലാത്തുകൾ സ്വീകരിക്കണമേ അല്ലാ. ഹബീബിൻ്റെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമേ അല്ലാ. ആ സലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണമേ അല്ലാ. വന്നുപോയ ദോഷങ്ങളൊക്കെയും പൂർണ്ണമായും മാപ്പാക്കി തരണമേ അല്ലാ. ദോഷത്തിൻ്റെ കറ പുരണ്ട കൽബുമായി ഖബറിലെത്തേണ്ട ഒരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ റബ്ബേ. ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ അല്ലാഹുവേ. പലവിധ രോഗങ്ങളാണ് പലരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും കൈകാലുകളുടെ വേദനയും തരിപ്പും കടച്ചിലും കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, വയറ് സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, കിഡ്നി സംബന്ധമായ, ബ്രെയിൻ സംബന്ധമായ, നാഡിനരമ്പുകൾ സംബന്ധമായ, അസ്ഥികൾ സംബന്ധമായ, മൂത്ര സംബന്ധമായ, അലർജി സംബന്ധമായ, മാനസികമായ, പുറത്ത് പറയാൻ മടിക്കുന്ന വിധത്തിലുള്ള എല്ലാ രോഗങ്ങളും അല്ലാ നീ ശിഫയാക്കണേ അല്ലാ.
രോഗങ്ങൾക്കടിമപ്പെട്ടൊരു പരീക്ഷണമെന്ന പോലെ ഹോസ്പിറ്റലും മരുന്നും ടെസ്റ്റുകളുമൊക്കെയായി കഴിയേണ്ട ഒരവസ്ഥ നീ വരുത്തരുതേ പടച്ചോനെ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ, പരീക്ഷകളിൽ, ജോലികളിൽ, ഏർപ്പാടുകളിൽ, സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ, വേഷവിധാനം, അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നീ ഖൈറ് വിധിക്കണമേ അല്ലാ. കൂട്ടുകെട്ടിൽപ്പെട്ട് അരുതായ്മയിലേക്ക് പോകുന്ന പ്രവണതയെ തൊട്ട് കാക്കണമേ അല്ലാ. ഇലാഹായ റബ്ബേ, നല്ല ദീനിയായ ബോധം നൽകണമേ അല്ലാ. മോശപ്പെട്ട ബന്ധങ്ങളിൽ നിന്ന് കാവൽ നൽകണമേ അല്ലാ. ഇലാഹായ റബ്ബേ, മക്കളിൽ വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ റാഹത്തുള്ള ഇണകളെ, തുണകളെ നൽകണമേ തമ്പുരാനെ. വിവാഹം കഴിഞ്ഞവർക്കൊക്കെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം പൂവണിയാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ റാഹത്തുള്ള വീട് നൽകണേ അല്ലാ. കച്ചവടങ്ങളും ഏർപ്പാടുകളും തൊഴിലുകളുമായി കഴിയുന്നവർക്ക് അതിലൊക്കെ വലിയ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വിദേശത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട് പലരും. അല്ലാഹുവേ, കണ്ണെത്താ ദൂരത്തവരെ കഷ്ടപ്പെടുത്തരുത് പടച്ചോനെ. ഹലാലായ ഖൈറായ സമ്പാദ്യവുമായി സന്തോഷം നാട്ടിലേക്ക് തിരിച്ചെത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനെ റഹീമേ ഗഫൂറേ ജവാദേ സത്താറേ ഫത്താഹേ വദൂദേ ഹഫീളേ മുഅ്മിനേ മുഹൈമിനേ മലിക്കേ ജബ്ബാറേ ഖുദ്ദൂസേ വഹാബേ മുതകബ്ബിറേ നാസിറേ, നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ോനെ ഞങ്ങളെ ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഞങ്ങൾക്ക് ഗുണമാഗ്രഹിക്കുന്നവർ, ഭക്ഷണങ്ങൾ തന്നവർ, വസ്ത്രം തന്നവർ, അല്ലാ ഞങ്ങളോട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ചവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചോനെ. അവരിൽ പലരും ഇന്ന് 6 അടി മണ്ണിനുള്ളിലാ. ഖബറിൻ്റെ കഥ ഞങ്ങൾക്കറിയില്ല. ഖബർ സന്തോഷാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ കൂട്ടത്തിൽ ഇനി ആരാണ് ആദ്യമായി ഖബറിലെത്തുന്നതെന്ന് പടച്ചോനെ നിനക്കറിയല്ലോ. ഖബർ ഞങ്ങൾക്ക് സന്തോഷാക്കണേ അല്ലാ. പാമ്പുകൾ കൊണ്ട്, തേളുകൾ കൊണ്ട്, തീനാളം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഖബറാക്കരുതേ പടച്ചോനെ. നരകത്തിലേക്ക് ഈ സാധുക്കളെ വലിച്ചെറിയരുതേ അല്ലാ. നീ ഞങ്ങളെ സ്വർഗക്കാരിൽ പെടുത്തി തരണേ അല്ലാ. അതിനൊക്കെയുള്ളൊരു കാരണമായി ആമീൻ കബൂലാക്കണേ അല്ലാ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച സമസ്തയുടെ മക്കൾക്കെല്ലാം വിജയവും നൽകണേ അല്ലാ.